ഹായ്, രാവിലെ തന്നെ നമ്മൾ ചോറ് കുക്കറിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കള്ളപ്പം ഗ്രീൻ പീസ് കറിയാണ്. ഞാൻ ഗ്രീൻ പീസ് കറി വെക്കുമ്പോൾ അതിനകത്ത് ഇത്തിരി ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കാറുണ്ട്, കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട്. അങ്ങനെ ചോറിൻ്റെ ഒരു വിസിലൊക്കെ ആയിട്ടുണ്ട്. ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് തീ കുറച്ച് വെച്ചാൽ നമ്മുടെ ചോറ് റെഡിയായി. പിന്നെ വെക്കുന്നത് മത്തിക്കറിയാണ്. നമ്മുടെ ചാളച്ചാകരയൊക്കെ തീരാറായി. മത്തിച്ചാകര ഞങ്ങൾ ചാളയെന്ന് പറയണം, മത്തി എന്നാണ് പറയുന്നത് കേട്ടോ. മത്തിച്ചാകര തീരാറായി. അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് മത്തിയും കൂടെ കറി വെച്ചു. ഞാനിന്ന് കുടംപുളി ഇട്ടല്ല വെച്ചത്, ഇന്ന് വിനാഗിരി ഒഴിച്ചാണ്. ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ് വിനാഗിരി ഒഴിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന്. ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളി ഇഞ്ചിയൊക്കെ വഴറ്റുന്ന കൂടെ തക്കാളിപ്പഴം കൂടെ വഴറ്റിയിട്ട് കുടംപുളിക്ക് വരെ വിനാഗിരി ചേർത്ത്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ കോവയ്ക്കാത്തോരനാണ് വെച്ചത്. ഇതെല്ലാം നമ്മുടെ പറമ്പിൽ നിന്നുള്ള കൃഷികളാണ് കേട്ടോ. കോവയ്ക്കായുണ്ട്, വെണ്ടയ്ക്കായുണ്ട്, വഴുതനങ്ങയുണ്ട്, കണ്ടോ പച്ചമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കാന്താരി മുളകുണ്ട്. ഇതെല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ കോവയ്ക്കാത്തോരനൊക്കെ റെഡിയാക്കി. ഇതാ കാന്താരി ഉണ്ട് ഇഷ്ടം പോലെ. ഞാനിവിടെ കപ്പയ്ക്കും ചക്കയൊക്കെ വേവിക്കുമ്പോൾ കാന്താരിയാണ് അരയ്ക്കുന്നത്. അല്ലാതെ ഇവിടെ ഒത്തിരി എരിവ് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇത് കോവയ്ക്ക എല്ലാം അരിഞ്ഞ് റെഡിയാക്കി അതും അടുപ്പയിലാക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടുതലും കുക്കറി വെക്കുന്നതല്ല നിങ്ങൾ കാണുന്നത്. ഞാൻ അലുമിനിയം പാത്രം അധികം ഉപയോഗിക്കാറില്ല. എനിക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു അലുമിനിയം ചട്ടിയുണ്ട്. ഇനി അതും മാറ്റണമെന്ന്. പിന്നെ ഇതാ ഗ്രീൻ പീസിന് ഞാൻ കടുക് പൊട്ടിച്ചപ്പോൾ പച്ചമുളകാണ് ചേർത്തത്. വറ്റൽമുളക് ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ വറ്റൽമുളക് ചേർക്കാനായിട്ട് നോക്കിയപ്പോഴത്തേനും അതിനകത്ത് പൊട്ടിച്ചപ്പോൾ മുഴുവൻ പൂപ്പൽ. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. കടയിൽ നിന്ന് നമ്മൾ വറ്റൽമുളക് മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് പൂപ്പലൊക്കെ കാണും. അങ്ങനെ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കള്ളപ്പം കൂടെ ചുടണം. കോവയ്ക്കാത്തോരനും റെഡിയായി. കള്ളപ്പം എല്ലാം കൂടെ ചുട്ടെടുക്കുകയാണ്. എൻ്റെ ദോശക്കല്ല് വലുതായതുകൊണ്ട് 3 അപ്പമൊക്കെ ചുടാവേ അതിൽ. ഇവിടെ നെയ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം വലിയ നെയ് റോസ്റ്റ് ചുടാൻ വേണ്ടി വലിയ ദോശക്കല്ല് വാങ്ങിച്ചതാണ്. പിന്നെ മത്തിയും വറുത്തിട്ടുണ്ട്. മത്തി ഇതൊക്കെ തീരാറായതുകൊണ്ടാണ് എണ്ണം കുറവ്. അങ്ങനെ കള്ളപ്പം റെഡിയായി, കറികളെല്ലാം റെഡിയായി. ഞാൻ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ പിടിക്കാനായിട്ട് വന്നപ്പോൾ കറണ്ടും പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ ബൈ.